ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒരു നല്ല കിടിലൻ കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഒന്നാം തരം റെഡ് ബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഒറ്റ ബാറ്റർ കൊണ്ട് എങ്ങനെ 3 കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കി എടുക്കാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ഇപ്പോൾ ഇന്ന് റെഡ് ബി കേക്ക് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 5 മുട്ട വെച്ചിട്ട് ഒറ്റ ബാറ്റർ റെഡിയാക്കിയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തു, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് 3 ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയതിന് ശേഷം ചെയ്യുന്നത് 2 ഒരേ സൈസിലുള്ള കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇങ്ങനെ കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ പകരം വട്ടയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് 2 ഞാൻ ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് ഇതിൽ മുഴുവനായിട്ട് ഒന്നിങ്ങനെ തട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ബട്ടർ പേപ്പർ വെക്കാതെ ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരു ക്ലീനായ ബൗൾ എടുത്തിട്ട് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 5 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മുട്ടേൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് 5 മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1 കപ്പിൻ്റെ 1/4 ഭാഗം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര വേണം. പിന്നെ ഇനി ഇത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് ഹൈ സ്പീഡിൽ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചായിട്ടൊന്നല്ല ഇട്ട് കൊടുക്കുന്നത്, മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു പഞ്ഞി പോലെ നല്ല സോഫ്റ്റായി പതഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലോണം പതഞ്ഞ് വന്നിട്ട് മുട്ടേൻ്റെ ഈ മഞ്ഞ നിറമൊക്കെ പോയൊരു വെള്ള നിറം വരുന്ന ആ സമയത്ത് 1/4 കപ്പ് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഫ്ലേവറും ഇല്ലാത്ത, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അതിന് പകരം ബട്ടറും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഓയിൽ എല്ലാ ഭാഗത്തുനിന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെയാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ബീറ്റർ വെച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ബീറ്ററിൻ്റെ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പിന്നെ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഓവർ മിക്സിങ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്പാച്ചിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പതുക്കെ സാവധാനം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ബീറ്റർ വെച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓവറായി മിക്സ് ചെയ്താൽ പിന്നെ കേക്ക് ഒരു ഹാർഡായി പോവും. അതുകൊണ്ടാണ് സ്പാച്ചിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ വേണ്ടിയുള്ളൊരു ബാറ്ററാണ് ഇപ്പോൾ റെഡിയായത്. ഇനി ഈ ബാറ്റർ വെച്ചിട്ട് എങ്ങനെ ഒരു റെഡ് ബി കേക്ക് ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ബാക്കി കൂടെ കാണാം കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റർ തുല്യ അളവിൽ 3 പാത്രത്തിലേക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ അളവിലുള്ള പാത്രം 3 എടുത്താലും മതി. ഇനി മാറ്റി വെച്ച ഒരു ബാറ്റർ എടുത്തിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1 ലെയറായിട്ട് കിട്ടും. അപ്പോൾ 3 ലെയറായിട്ട് നമുക്ക് 3 ബാറ്ററും കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാ വൈറ്റ് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് ഗ്യാസ് അടുപ്പിൽ ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഓവൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു കുക്കറാണ്. അപ്പോൾ അതിലിങ്ങനെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇതിലാകുമ്പോൾ ഒരു 30 മിനിറ്റൊക്കെ മതി കേട്ടോ കേക്ക് വേവാൻ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്നത് അടുത്ത ഒരു പാർട്ടാക്കി വെച്ച ബാറ്റർ എടുത്തിട്ട് അതിലേക്കൊരു 5 ടീസ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സീവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കേക്കിൻ്റെ അടുത്തൊരു ലെയറായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് റെഡ് ബി കേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ അടുത്തത് അപ്പം ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കുകയാണ്.
അപ്പോൾ ഈ ബാറ്റർ റെഡിയാക്കിയാൽ കേക്കിന് വേണ്ട 2 ലെയർ റെഡിയാവും കേട്ടോ. ഇനി മൂന്നാമത്തത് റെഡിൻ്റെ ഒരു ലെയറും കൂടിയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഒരു ഭാഗം പിന്നെ വൈറ്റ് ബാറ്റർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ റെഡിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയിട്ടോ. എന്താ വെച്ചാൽ ക്യാമറ അങ്ങ് കട്ടായത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇതിലത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പിന്നെ കണ്ടത്. അപ്പോൾ അറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബാറ്ററിലേക്ക് അപ്പോൾ സൂപ്പർ റെഡ് കളർ ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് റെഡ് വെൽവെറ്റിൻ്റെ ഇമുൽഷനാണ്. അപ്പോൾ അത് ചേർത്തപ്പോൾ എനിക്ക് റെഡ് സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ കളറാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് ബി കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരേ സൈസിലുള്ള 2 ടിന്നുള്ളത് കൊണ്ട് തന്നെ 2 അടുപ്പിൽ ഒരുപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു ബാറ്റർ പിന്നെ റെഡ് പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ബ്ലാക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്ക് ടിന്ന് വെച്ചിട്ട് തന്നെ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ആ ബാറ്റർ ലാസ്റ്റ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ പിന്നെ വിനാഗിരി സുർക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വിനാഗിരി ചേർക്കുന്ന സമയത്ത് ആ കേക്ക് നല്ലപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് കേക്കിൻ്റെ ടിന്ന് ചൂടൊക്കെ തണിഞ്ഞതിൻ്റെ ശേഷം അതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാൻ മൈദ വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കത്തി ഇതാ 2 പ്രാവശ്യം വെച്ച് ചുറ്റും ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നടുവിലേക്ക് കേക്കിൻ്റെ നടുഭാഗത്തേക്കൊന്ന് വലിച്ചിട്ട് അതിൻ്റെ താഴെ തട്ടി ഇതാ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് തണിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കേക്കിന് ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ. കണ്ടില്ലേ, കേക്ക് എവിടെയും അടിയിൽ പൊട്ടിപ്പോരുകയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ വലിയ സ്പഞ്ചും ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഞാൻ റിമൂവ് ചെയ്തെടുക്കൽ. അപ്പോൾ 1 kg റെഡ് ബി കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഫ്രോസ്റ്റിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പം അതിനു മുമ്പ് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തപ്പം ഷുഗർ സിറപ്പ് റെഡിയായി. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി തിളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ടാവും കേക്കിൽ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് എത്ര ദിവസം വെച്ച് കഴിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സിറപ്പൊന്ന് തണിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എടുക്കുന്ന ബൗള് നല്ല ഫുൾ ക്ലീൻ ആയിരിക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എടുക്കുന്ന ക്രീം ആണെങ്കിൽ നല്ല ലൂസായിരിക്കണം. അപ്പോൾ ഫ്രീസറിൽ വെച്ച ക്രീം ഒരു 6 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചതിൻ്റെ ശേഷം മാത്രം ബീറ്റ് ചെയ്യാൻ നിന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ അത് ലൂസാവാനൊന്നും പോകുന്നില്ല. അപ്പോൾ കറക്റ്റ് ഫോമിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആകെ 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഇതിൽ ബീറ്ററിൻ്റെ സ്പീഡ് ആദ്യം തന്നെ ഫുൾ സ്പീഡിലിടരുത്. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പായിട്ട് സ്പീഡ് കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കേക്ക് ഫ്രോസ്റ്റിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ കേക്ക് വേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ബ്ലാക്ക് സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ലെയറായിട്ട് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അടുത്ത കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റെഡിൻ്റെ സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ക്രീം ചെയ്ത് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രീം ചെയ്തിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 ലെയറും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ക്രീം കോട്ടും ചെയ്ത് പിന്നെ ഫൈനൽ കോട്ടും ചെയ്തെടുത്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ അതിൽ കൂടുതലോ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നല്ല പോലെ തണുത്തതിൻ്റെ ശേഷം ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് ഡാർക്ക് ചോക്ലേറ്റും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും വെച്ചാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ റെഡ് കളറും കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷിലേക്ക് കുറച്ച് റെഡ് കളറും കൂടെ ചെയ്ത് അങ്ങനെ 3 കളറിലുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ട് മേലെ കൂടെ വെറുതെ ഒന്ന് നമ്മളെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനെ മേലെ വെറുതെ ഇങ്ങനെ 3 ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗനാഷ് റെഡിയാക്കുന്നതൊക്കെ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ.
പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ റെഡ് ബി കേക്ക്. പക്ഷേ സംഭവം സൂപ്പർ ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 800 മുതൽ 1000 വരെയൊക്കെയാണ്. അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ചിട്ട് വിലയിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പ്രീവിയസ് വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഇനി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.